ഹായ് ഗായ്സ്, ഇത് ഈവനിങ് വൈബ് സീനാണ്. നമ്മുടെ റൂമിൻ്റെ കിച്ചണിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന നല്ല അടിപൊളി സീനാണ്. അപ്പോൾ നമ്മുടെ യു എയിലുള്ളവർക്കറിയാം, ഇപ്പോൾ യു എയിൽ അത്യാവശ്യം നല്ല തണുപ്പാണ്. ഈവനിങ്ങും അതുപോലെ തന്നെ മോർണിംഗ് ആകുമ്പോൾ നല്ല അത്യാവശ്യം നല്ല തണുപ്പാണ്. അപ്പോൾ നമ്മൾ എന്ത് വിചാരിച്ചു, ഒരുമിച്ച് കുക്ക് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അപ്പോൾ എന്തുണ്ടാക്കുന്നത് നമ്മൾ നോക്കിയപ്പോൾ നല്ല മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ മാങ്ങയും ഇട്ടിട്ട് മീൻ കറിയും നല്ല ആവി പറക്കണ പുട്ടും കട്ടൻ ചായ ഉണ്ടാക്കാമെന്ന് വെച്ചു, ഒപ്പം കടലക്കറിയും. പിന്നെ ഈ ചട്ടി നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നല്ല അടിപൊളി ചട്ടിയാണ് അതിൽ മീൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ അങ്ങനെ അടിപൊളിയായിട്ട് ഒരുമിച്ച് അങ്ങനെ ഇതുണ്ടാക്കാൻ തുടങ്ങി. മീൻകറിയും പുട്ടൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. നല്ല എൻ്റെ അഭിപ്രായത്തിൽ ഈ പുറത്ത് കമ്പയർ ടു നമ്മൾ ഔട്ട് സൈഡിൽ നിന്ന് ഫുഡ് കഴിക്കണേക്കാറ്റും എന്തുകൊണ്ടും നല്ലത് ഒരുമിച്ചുള്ളൊരു കുക്കിങ്ങാണ്. കുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വൈബിനൊത്ത ആളാണെങ്കിൽ പിന്നെ പറയും വേണ്ട. അങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻട്രാക്ഷനും കൂടും. അപ്പോൾ തന്നെ നമുക്ക് കൂടുതലായിട്ട് ആളെ മനസ്സിലാക്കാൻ പറ്റും. എല്ലാം ഒരു നല്ല അടിപൊളിയുള്ള ഒരു വൈബാണത്. അത് നമുക്ക് ഒരുമിച്ച് കുക്ക് ചെയ്യുമ്പോൾ അറിയാം. ഞാൻ കൂടുതൽ അതാണ് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാറ്. അങ്ങനെ നമ്മൾ മീൻകറിയൊക്കെ ഓൾമോസ്റ്റ് സെറ്റായി, മീനിട്ടു. ഇനി അതൊന്ന് തിളച്ച് വരണം. അപ്പോഴേക്കും നമ്മളെന്താ പുട്ടിൻ്റെ പരിപാടി ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ പുട്ടുപൊടി ഇട്ട് കുഴച്ചു. അങ്ങനെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചിരട്ടപ്പുട്ടിൻ്റെ സാധനമാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരുടെ വീട്ടിലും ഇതും ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഡാൻസും പാട്ടും പുട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ കുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അതിൻ്റെ ഇടയിൽ സൊറകൾ പറയുന്നു, പിന്നെ കുശുമ്പും കുന്നായ്മയും എല്ലാം കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക വൈബായിരുന്നേ. അത് നമ്മൾ എത്ര ഔട്ട് സൈഡിൽ നിന്ന് ഫുഡ് കഴിച്ചാലും ഈ ഒരുമിച്ച് കുക്ക് ചെയ്ത് കിട്ടുന്നതിൻ്റെ ആ വൈബ് കിട്ടില്ല. നല്ല കട്ടൻ ചായയും പുട്ടും മീൻ കറിയും, എന്താ സ്വാദ്! അതൊരു വേറെ ലെവലായിരുന്നു കേട്ടോ. അങ്ങനെ ഇന്നത്തെ നമ്മുടെ കുക്കിംഗ് വീഡിയോയും എൻ്റർടൈൻമെൻറ്റ് വീഡിയോയും ഇവിടെ കഴിയാണ് ഗൈസ്. എന്തായാലും നല്ല സ്വാദുള്ള പുട്ടായിരുന്നു. ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പറയില്ല. ബായ്.